ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ ചാപ്പ കുത്തുന്നത് ഇടതുപക്ഷമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. UDF-നൊപ്പം നിൽക്കുന്നവരെ വർഗീയവാദികളെന്നും അവർ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാൽ മതേതരമെന്നും പറയും. കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിൽ വലിയ പങ്ക് ഇടതുപക്ഷത്തിനാണെന്നും PJ കുര്യൻ ആഞ്ഞടിച്ചു. ഏതെങ്കിലും പാർട്ടി അത്തരം പാർട്ടികൾ UDF-നോട് ചേർന്ന ഉടൻ വർഗീയ പാർട്ടിയാണ്, വർഗീയതയാണ് എന്ന് പറഞ്ഞ് പറ്റും. ഇപ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അവരുടനെ അത് വർഗീയ ചാപ്പ കുത്തും. അതേസമയത്ത് അതേ പാർട്ടികൾ ഇടതുപക്ഷത്തിനൂടെ നിൽക്കുമ്പോൾ ഒരിക്കലും വർഗീയ പാർട്ടിയല്ല, അവരെല്ലാം മതേതര പാർട്ടിയാണ്. വയനാട് കോൺഗ്രസ് പുനരധിവാസ ഫണ്ടിൽ ഒരു പ്രശ്നവുമില്ല എന്നും KPCC ഫണ്ടിൽ നിന്നും പണം എടുത്ത് പദ്ധതി പൂർത്തിയാക്കുമെന്നും PJ കുര്യൻ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. പണം പിരിക്കുന്നതിനായി ആപ്പ് തയ്യാറാക്കിയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ തനിക്കറിയില്ല, അത് KPCC വിശദീകരിക്കുമെന്നും കുര്യൻ കൂട്ടിച്ചേർത്തു. KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ 5 കോടിയിൽ പരം രൂപ കളക്ട് ചെയ്തു, ആ പണം ചെലവായി, ബാക്കി പണം ഞങ്ങൾ KPCCയുടെ ഫണ്ടിൽ തന്നെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പണിയുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഫണ്ടില്ലെന്നല്ല പറഞ്ഞത്, KPCCയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫണ്ടില്ലെന്നൊരു കാര്യമേ പറഞ്ഞിട്ടില്ല. KPCC അത് കളക്ട് ചെയ്തോ അത് ചെയ്യും. ആ പറഞ്ഞിട്ടുള്ള വാക്കിൽ നിന്ന് KPCC ഒരിക്കലും പിന്മാറിയിട്ടില്ല. ശ്രീരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്നും തുടങ്ങാം. വയനാട്ട് ഫണ്ടിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് PJ കുര്യൻ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർവത്ര പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ പിരിച്ചത് ആര് പണം പിരിച്ചു എന്നും പണം എങ്ങോട്ട് പോയെന്നും ആപ്പ് നിർമ്മാണത്തിന് എന്തിനാണ് 10 ലക്ഷം രൂപയെന്നും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ പാർട്ടിക്ക് ഇനിയും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അത് വയനാടുമായി ബന്ധപ്പെട്ട് ഇപ്പം അതിൽ PJ കുര്യന്റെ പ്രതികരണം നമ്മൾ എങ്ങനെ വിലയിരുത്തണം? രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PJ കുര്യൻ നടത്തിയ പ്രതികരണമാണ്. അതായത് അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇടതു മുന്നണിക്ക് ആരൊക്കെ പിന്തുണ നൽകുന്നോ അവരൊന്നും വർഗീയ പാർട്ടികളല്ല, അവർക്കൊന്നും വർഗീയതയില്ല, ആ വോട്ടുകളൊക്കെയും സ്വീകരിക്കും. ഇതേ പാർട്ടികൾ അല്ലെങ്കിൽ ഈ ആളുകൾ തന്നെ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിനെയെല്ലാം വർഗീയ ചാപ്പ കുത്തുന്നു. ഗുരുതരമായ പരാമർശമാണ്, ആരോപണമാണ്. ശ്രീരാജ്. സേതു, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്തതായിരുന്നു SDPI UDF-ന് പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ LDF-ന് പിന്തുണ നൽകുന്നു എന്ന തരത്തിലുള്ള പരസ്പര ആരോപണങ്ങൾ. അതിലൊരു പ്രതികരണമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ PJ കുര്യൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വർഗീയ കക്ഷികളെന്ന് ഇടതുപക്ഷം ചാപ്പ കുത്തുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ആരോപിക്കുന്നത് അവർ എപ്പോഴെങ്കിലും UDF-ന് പിന്തുണ നൽകുന്ന ഘട്ടത്തിൽ മാത്രമാണ്. അവർ തന്നെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു കഴിഞ്ഞാൽ അവരെല്ലാം മതേതരവാദികളാകുമെന്ന തരത്തിലായിരുന്നു PJ കുര്യൻ്റെ പ്രതികരണം. കേരളത്തിലെ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിൽ വലിയ പങ്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പടി കൂടി കടന്ന് ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ ചാപ്പ കുത്തുന്നത് ഇടതുപക്ഷമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ SDPI പിന്തുണ വേണ്ട എന്ന് VD സതീശൻ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസിനുള്ളിൽ നിന്ന് എടുത്ത ഘട്ടത്തിൽ പോലും പല സ്ഥാനാർത്ഥികളും ശബരിനാഥനും മുരളീധരനും ഉൾപ്പെടെയുള്ള ആളുകൾ സതീശനെ തള്ളി ഇത്തരത്തിൽ ആരുടെയും വോട്ട് സ്വീകരിക്കാം, തെരഞ്ഞെടുപ്പിൽ ആർക്കും വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ഘട്ടമെത്തിയിരുന്നു. സമാനമായി ഒരു നിലപാടാണ് PJ കുര്യനും സ്വീകരിക്കുന്നത്. ആ വോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഇന്നയാൾ വോട്ട് ചെയ്യരുത്, ഇന്നയാൾക്ക് വോട്ട് ചെയ്യാമെന്ന് ഉള്ള ചർച്ച വരെ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷമാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നത്. അത് അവർക്കൊപ്പം നിൽക്കാത്ത ആളുകളെല്ലാം വർഗീയവാദികളായി ചാപ്പ കുത്തുന്നതിന് വേണ്ടി എന്നായിരുന്നു PJ കുര്യൻ പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അത്തരത്തിലുള്ള സംഘടനകളെല്ലാം വർഗീയ ചാപ്പ കുത്തുന്നത് ഇടതുപക്ഷമാണ്. മുൻപ് PDPയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ അവരെല്ലാം മതേതരവാദികൾ എന്നായിരുന്നു ഇടതുപക്ഷം സൂചിപ്പിച്ചത്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആളുകൾ UDF-ന് പിന്തുണ നൽകുമ്പോൾ അവരെ വർഗീയ ചാപ്പ കുത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലെല്ലാം തന്നെ വളരെ വലിയ തരത്തിൽ ചർച്ച ചെയ്ത വിഷയം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള SDPയുടെ വോട്ടും അല്ലെങ്കിൽ SDPയുടെ വോട്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിൽ ഇത്തരത്തിൽ വർഗീയവാദികളെന്ന് പറഞ്ഞുകൊണ്ട് ചിലരെ മാറ്റി നിർത്തുന്നതിൽ ഇടതുപക്ഷമാണ് അവരെ രാഷ്ട്രീയത്തെ
മലീമസമാക്കുന്നതിൽ ഇടതുപക്ഷം വലിയ പങ്ക് വഹിക്കുന്നു എന്നായിരുന്നു ആ വിഷയത്തിലെ പി ജെ കുര്യന്റെ നിലപാട്. മറ്റൊന്ന്, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മിച്ച് നൽകുമെന്ന കോൺഗ്രസിന്റെ ഉറപ്പിന്മേലുള്ള ചോദ്യമായിരുന്നു. പക്ഷേ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വീട് വെക്കാൻ ഇനി ഫണ്ടില്ല എന്ന തരത്തിലായിരുന്നു. കളക്ട് ചെയ്ത ഫണ്ട് 5 കോടിയിലധികം രൂപ സ്ഥലം വാങ്ങിക്കുന്നതിനും മാപ്പ് നിർമ്മിക്കുന്നതിനും ഉൾപ്പെടെ ചെലവഴിച്ചു എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഈ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ടോ അവിടെ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിനുള്ളിൽ ഇല്ല എന്നാണ് പി ജെ കുര്യൻ പറയുന്നത്. കോൺഗ്രസിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് KPCCയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത ഫണ്ട് ഉപയോഗിച്ച് ആ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പി ജെ കുര്യൻ പറയുന്നത്. പക്ഷേ ഇത്രത്തോളം വീട് നിർമ്മിക്കുന്നതിനായിട്ടുള്ള തനത് ഫണ്ട് KPCCക്ക് അങ്ങനെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ അവർക്കങ്ങനെ അതിന് സാധിക്കുമോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നു. AICCയുടെ അടക്കം പിന്തുണയോടെ KPCC ആ വീട് നിർമ്മിച്ച് നൽകും എന്ന് പറയുമ്പോൾ പോലും 5 കോടിയിലധികം രൂപ കളക്ട് ചെയ്തപ്പോൾ പോലും അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കാനോ ആ വീട് നിർമ്മിച്ചു കൊടുക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ KPCCയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എങ്ങനെ വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പിരിവിലേക്ക് ഇനി കടക്കില്ല എന്ന് മറ്റ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുമ്പോൾ പോലും പി ജെ കുര്യൻ ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ KPCCയുടെ ഫണ്ട് ഉപയോഗിച്ച് വയനാട് പുനരധിവാസം വയനാടിലെ പുനരധിവാസത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല ശ്രീരാജ്. അതാണ് ഏറ്റവും പ്രധാനമെന്നല്ല. കോൺഗ്രസ് ഇപ്പം വീട് വെച്ച് നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നതിൽ ഒരു ധാരണയിൽ എന്ത് ധാരണ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് നമുക്കത് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ എവിടെയൊക്കെയോ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ട്, അത് മനസ്സിലാക്കി അത് മാറ്റിക്കൊടുക്കാൻ നേതൃത്വം തയ്യാറാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.